കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ സഭായുഗമായി 24/8/2025 എന്ന ദിവസത്തിൽ ഭവനത്തിലായിരിക്കാൻ കർത്താവ് തരുന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. ഭവനത്തിലെ സഭായോഗം എന്ന് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി കൃത്യമായി പറയുന്നുണ്ട്. ചിലരൊക്കെ വിചാരിക്കും സഭകളിൽ, ഇന്ന് കാണുന്ന സഭകളിൽ 50, 100, 200, 300, 400, 500 പേരൊക്കെ കൂടുന്ന സഭകളിൽ പോയാലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, വചനം കേൾക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. മാർത്തയുടെ ഭവനത്തിൽ ഒരു മീറ്റിംഗ് നടന്നു. മാർത്തയുടെയും മറിയൻ്റെയും ലാസറിൻ്റെയും ഭവനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? കർത്താവ്, മാർത്ത, മറിയ, പിന്നെ ആരെങ്കിലും ഉണ്ടോ? 3 പേരുള്ളൂ എന്നാ പറയുന്നേ. ലാസറിനെ കുറിച്ച് പറയുന്നില്ല ഇവിടെ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടായിരിക്കാം കർത്താവ് പറഞ്ഞത് 2 or 3 പേർ എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട്. സ്വർഗത്ത് പോകാൻ 2 or 3 പേർ ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം അനുസരിച്ചാൽ നിശ്ചയമായിട്ട് നടക്കും. എൻ്റെ ചിന്ത, ഇന്നത്തെ സഭകളിൽ പോയാൽ നടക്കാൻ സാധ്യത കുറവാണ്. കാരണം സഭ എന്നുള്ളത് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു എന്ന് അനേകർ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ അതിനോട് യോജിക്കുന്നു. സമയം കളയാൻ വേണ്ടി, നേരം പോക്കിന് വേണ്ടി കൂടി വരുന്ന ഒരു പ്രസ്ഥാനമായി സഭകൾ മാറി. സഭ ക്രിസ്തുവിൻ്റെ ശരീരം. സഭ നിർമ്മല കന്യക, അല്ലെങ്കിൽ കന്യകയായി ജീവിച്ച് മണവാട്ടി പദത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുന്ന മണവാട്ടി. മൂന്നാമത്തത്, ഞാൻ എപ്പോഴും പറയുന്ന ഭാഗങ്ങളാണിത്. മൂന്നാമത്തെ എന്താ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം, സഭ ദൈവത്തിൻ്റെ മന്ദിരം, അല്ലെങ്കിൽ കന്യക മണവാട്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരം. ഈ 3 പഠനങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർക്ക് ഇത് പ്രസംഗിക്കാനായിട്ട് അവരുടെ നാവ് പൊങ്ങുന്നില്ല. എന്തെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് ഇത് പ്രസംഗിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക പലരോടും. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്ധിയായവൻ ദൈവവചനം കേൾക്കും. അപ്പം ഇന്നത്തെ ആത്മീയ കോളത്തിൽ ദൈവം അയച്ചവരും ദൈവമാക്കി വെച്ചവരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ബഹുഭൂരിപക്ഷം ദൈവവചനത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 100% അത് സത്യമാണ്. ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു പുസ്തകം എഴുതി, ദൈവസഭാ നവീകരണം. ആ പുസ്തകത്തിൽ ദൈവസഭ അതിൻ്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് താൻ എഴുതി വെച്ചു. ഞാനതിനെ ചോദ്യം ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞത് ഇതാണ്: ദൈവസഭയുടെ ഉപദേശം സഭയിൽ പഠിപ്പിക്കുന്നില്ല. ദൈവസഭയ്ക്കൊരു ഉപദേശം ഉണ്ടല്ലോ. ഇസ്രായേൽ സഭയെക്കുറിച്ച് നമുക്കറിയാം, ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ദുഷ്ടസഭ എന്ന് പറയുന്നു. ആ ഇസ്രായേൽ സഭയ്ക്ക് ഒരു പ്രമാണമുണ്ട്. ഏതാ പ്രമാണം? ന്യായപ്രമാണം, മോശയ്ക്ക് പ്രമാണം എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല എന്നിപ്പോൾ കർത്താവ് പറഞ്ഞാൽ പുതിയ നിയമസഭയ്ക്ക് ഒരു പ്രമാണമുണ്ട്. ഏതാണ് ആ പ്രമാണം? ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം. ഗലാത്യർ 6:2 വ്യക്തമായി എഴുതിയിരിക്കുന്നത്. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി നിങ്ങൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിക്കും. അതിന് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയും. അതിന് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന് പറയും യാക്കോബ്. രാജകീയ ന്യായപ്രമാണം എന്ന് യാക്കോബ് പറയുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് 2 യോഹന്നാൻ 9 പറയുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ. 1 തീമോഥെയോസ് 6:3 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത ഉപദേശം. ഈ നിലയിലൊക്കെ പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പഥ്യവചനം, പഥ്യോപദേശം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, അന്യരാജ്യത്തിരിക്കുന്ന ഒരു സഹോദരിയാണ്.
പക്ഷെ പത്യവചനം പത്യോപദേശം എന്ന് കേൾക്കുന്നത് ഞാൻ ഇപ്പോഴാണ്, നിങ്ങൾ പ്രസംഗിക്കുമ്പോഴാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട്? 10 വർഷമായി പാസ്റ്റർ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നാണക്കേടാണ്, അതുകൊണ്ട് പേരൊന്നും പറയണ്ട, എവിടെ നിന്നൊന്നും പറയണ്ട. ഞാൻ പറഞ്ഞു, ഇത് പറയും, നിർബന്ധമായിട്ട് ഇത് പറഞ്ഞിരിക്കും, ലോകം മുഴുവൻ കേൾക്കട്ടെ. 10 വർഷമായിട്ട് പത്യവചനം പത്യോപദേശം എന്ന് കേൾക്കാതിരിക്കുന്നവരെങ്കിലും ഇനിയെങ്കിലും കേൾക്കട്ടെ. പേരും നാളും ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ പത്യവചനം പത്യോപദേശം എന്നുള്ളത് പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്ന അപ്പോസ്തലന്മാരാൽ വിരചിതമായ ഒരു ഉപദേശ സംഹിതയാണ്. അതെന്തുകൊണ്ട് സഭയെ പഠിപ്പിക്കുന്നില്ല? ആദ്യത്തെ സഭ ഏതാ? പെന്തക്കോസ്ത് നാളിൽ 120 പേർ മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്ന് അവരെ ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തിന് വേണ്ടി കാത്തിരിക്കണം, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോണമെന്ന് കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി അവർ 120 പേരിലധികം പേർ കാത്തിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയ പോലും ഉണ്ടായിരുന്നതിൽ അഭിഷേകം പ്രാപിച്ചാലേ മറിയയ്ക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തുള്ളൂ. മറിയയും അഭിഷേകം പ്രാപിച്ച് സ്വർഗത്തിൽ പോകാനുള്ള ആ യോഗ്യത പ്രാപിച്ചു എന്ന് തന്നെയാണ് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ 120 മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ആത്മാവിൻ്റെ ആരാധന തുടങ്ങി. ഇന്നിപ്പോൾ സഭയിലെ ആരാധന സാത്താൻ എടുത്തു മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിൻ്റെ ആരാധന എടുത്തു മാറ്റിയിട്ട് അവിടെ പാട്ട് കൊണ്ടുവന്ന് തിരികെ കയറ്റിയിരിക്കുക. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഹൃദയത്തിൽ വലിയ വേദനയുണ്ട്. ഞാൻ വേദപുസ്തകം പഠിച്ചു പോയത് കൊണ്ടാണ്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു വന്നു. അപ്പൊ ആത്മാവിലും സത്യത്തിലുള്ള ആരാധന പാട്ടാണോ? അല്ല. ഇനി ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരാം. 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുമ്പോൾ പാട്ട് പാടിയാണ് ആരാധിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള സുബോധം ഇന്നത്തെ വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്കും നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരെ ഓർത്ത് വിലപിക്കാമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നു. പൗലോസ് ഒരു ആത്മജീവിയാണ്. ആ പൗലോസിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. ആ ആത്മാവിൽ ദൈവാത്മാവ് വന്ന് വസിക്കുന്നു. ആ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് ആത്മാവാം ദൈവത്തെ ആരാധിക്കുന്നു. ഇത് പറയാനല്ല ഞാൻ ഇരുന്നത്, പക്ഷേ ഹൃദയത്തിൽ വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ വെളിപ്പാടുകൾ കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് ശരിയെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഈ ഇടയ്ക്കൊരു പാസ്റ്റർ പറഞ്ഞ പോലെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാംശം പ്രാപിച്ചു, വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചൊരു സഭയുടെ അംഗങ്ങളായിരുന്നു മുമ്പോട്ട് പോകുന്നു എന്ന് വെച്ച് സ്വർഗത്ത് പോകാനുള്ള ക്വാളിറ്റി എന്ന് ആരും ചിന്തിക്കരുത്. അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് ദൈവസഭയിൽ വന്ന് ഉപദേശം കേട്ട് പോകാനുള്ള ഒരു അവസരം കർത്താവ് നമുക്ക് തന്നു. രക്ഷയ്ക്കായി വിളിച്ചു, രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. ആ രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടാൻ ഒത്തിരി കടമ്പകളുണ്ട്. മനസ്സിലാവണം. അതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായിക്കാൽ തെറ്റിപ്പോകുന്നെന്ന് കർത്താവ് പറഞ്ഞു. ഈ ഘനമായ വിഷയങ്ങൾ നമ്മൾ പഠിക്കാതെ നമ്മൾ അപകടത്തിലാണ് ആയിരിക്കുന്നതെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ പൊട്ടന്മാരെ പോലെ ഒരു പെന്തക്കോസ്തരനായി 4 നൂറ്റാണ്ട് ജീവിതം തുലച്ച ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായോ? എനിക്ക് റവറൻഡന്മാരുണ്ടായിരുന്നു, പാസ്റ്റർമാർ, ഡോക്ടർമാരുണ്ടായിരുന്നു, വലിയ വലിയ തിയോളജിയന്മാരുണ്ടായിരുന്നു, സെമിനാരികളിൽ പഠിപ്പിക്കുന്ന വലിയ പ്രൊഫസർമാരുണ്ടായിരുന്നു. അവരെല്ലാം പഠിപ്പിച്ച് അങ്ങ് കുളമാക്കി വിട്ടെന്ന് പറഞ്ഞാൽ മതി. ദൈവവുമായിട്ട് വേണ്ട രീതിയിൽ ബന്ധമില്ല, ദൈവവചനവുമായിട്ട് വേണ്ട രീതിയിൽ ബന്ധമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവവചനം ഫലമേൽപ്പിക്കപ്പെട്ട ദൈവവൃത്യന്മാരിൽ നിന്ന് ഈ ദൈവവചനം കേൾക്കാനിടയായി തീർന്നത്. അന്നു മുതലാണ് ഈ അപ്പോസ്തലിക ഉപദേശം എന്നൊരു പഠനം എനിക്ക് ലഭിക്കാനിടയായി. അതിൻ്റെ ഒരു ഫ്രെയിം ഞങ്ങൾക്ക് ദൈവദാസൻ പഠിപ്പിച്ചു തന്നു. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിനൊരു ഔട്ട്ലൈൻ വരച്ചിടും ആദ്യം. അതുപോലെ പിന്നെ അതിൽ നിന്ന് നമ്മൾ പിടിച്ച് പ്രാർത്ഥിച്ചും പ്രാപിച്ചും വായിച്ചും പഠിച്ചും ധ്യാനിച്ചും ദൈവസ്ഥന് ഇരുന്നും ഉപദേശം പഠിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പഠിച്ചു തീർന്നോ? മരിച്ചാലും തീരത്തില്ല. നമ്മൾ മരിക്കുമ്പോഴും ഇനിയും കാണും കുറേ കാര്യങ്ങൾ പഠിക്കാൻ. ഇന്ന് പലരും പറയുന്നു ഞങ്ങളൊക്കെ വലിയ സ്കോളേഴ്സാണ്. ഒരു ചുക്കുമല്ല. ഞങ്ങൾ വേദ പണ്ഡിതന്മാരാണ്. ഒരു പണ്ഡിതന്മാരുമല്ല.
ദൈവവചനം പഠിച്ച് പൂർത്തീകരിക്കാൻ ഒരു മനുഷ്യായുസ്സിൽ ഒരു മനുഷ്യനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. പിന്നെയും പിന്നെയും ദൈവം അവരെ പഠിപ്പിക്കും. ദൈവാത്മാവിൽ പഠിക്കാൻ കഴിയും. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്തോറും വിലയേറിയ ജൂൽസുകൾ, മുത്തുകൾ നമുക്ക് പറക്കിയെടുക്കുവാനായിട്ട് കഴിയും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന കർത്താവ് പറഞ്ഞ വചനങ്ങളെ നമ്മൾ പ്രാപിക്കും തോറും പഠിക്കും തോറും നമുക്ക് ആഗ്രഹം കൂടി വരും, ആർത്തി കൂടി വരും. അതിൻ്റെ വെളിപ്പാടുകൾ, വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഇങ്ങനെ വിവിധ നിലയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ വെളിപ്പാടുകളും വചനങ്ങളെല്ലാം അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കുള്ളിലായിരിക്കണം. അത് നിർബന്ധമാണ്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിന് ദൂതനായിട്ട് നിങ്ങൾ സുവിശേഷം വരിച്ച ശപിക്കപ്പെട്ടവൻ. അപ്പം അവർ പറഞ്ഞു വെച്ച വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുള്ള വചന വെളിപ്പാടുകളും വചന പഠനങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനപ്പുറം പോകരുത്. അപ്പുറം പോയാൽ പോയി. അങ്ങനെ പോയി മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവും, മറ്റൊരു ക്രിസ്തു എന്ന നിലയിൽ ഇന്ന് സഭ തകർന്ന് തരിപ്പണമായി കിടക്കുക. സഭ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം, ആ നിലയിൽ കിടക്കുക. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കർത്താവ് പറഞ്ഞ വചനങ്ങളും അപ്പോസ്തലന്മാർ പറഞ്ഞ വചനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ, പഴയ നിയമ വിശുദ്ധൻ പ്രവാചകന്മാർ പറഞ്ഞ വചനങ്ങളും എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഊരിത്തിരിഞ്ഞു വരുന്നത് സ്തോത്രം കർത്താവിൻ്റെ വിശുദ്ധമായ പ്രമാണം അനുസരിച്ച് ജീവിച്ച് നാം അക്കരെ ചെല്ലണം എന്നുള്ള ഒരൊറ്റ കാര്യം തന്നെയാണ്, വേറൊന്നുമല്ല. ഈ വചനങ്ങളൊക്കെ പഠിച്ച് ഒരു പണ്ഡിതനായി പ്രസംഗിച്ച് കാശുണ്ടാക്കാനല്ല ഇന്ന് പലരും അത് ചെയ്തുകൊണ്ടിരിക്കുക. പ്രസംഗിച്ചും പാട്ടുപാടിയും ഒക്കെ ഇഷ്ടംപോലെ കാശ് വരുന്നുണ്ട്. അതുകൊണ്ടൊന്നും വലിയ വിശേഷമില്ല. ഇത് പഠിച്ചനുസരിച്ച് ജീവിക്കണം, അനുസരിക്കണം. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ഞാനൊരിക്കൽ ട്രാഫിക് ജാമിൽ ചെന്ന് നിന്നപ്പോൾ അപ്പുറവും ഇപ്പുറവും നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ നിൽപ്പുണ്ട്. റെഡ് ലൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുക. ഒരു 500 വാഹനങ്ങളുണ്ടെന്ന് വെച്ചാൽ എല്ലാം കൂടി പുറകോട്ടും ഒക്കെ മുമ്പോട്ടും ഒക്കെ. അപ്പോൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ എഴുതിയിരിക്കുന്നു ഒബേ ദ ട്രാഫിക് റൂൾസ്, ഒബേ ദ ട്രാഫിക് റൂൾസ്. അപ്പുറം ഇപ്പുറം എഴുതി വെച്ചു. അപ്പോൾ റെഡ് സിഗ്നൽ കിടക്കുന്നുണ്ട്, ആരെങ്കിലും പോകണമെന്ന് വെച്ചാൽ പോകില്ല. കാരണം എന്താ? ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമുണ്ട്. റെഡ് സിഗ്നലിൽ പോയാൽ പിഴയടിക്കും. 5,000, 10,000, 10,000 ഒക്കെ വേണമെങ്കിൽ അടിക്കാം. ഇനി റെഡ് സിഗ്നൽ പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാലോ, നമ്മൾ റോങ് ആയിട്ട് പോയത് കൊണ്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് വന്ന വാഹനം തകർന്നു പോയാൽ അതിൻ്റെ കാശ് നമ്മൾ കൊടുക്കണം. ആ മനുഷ്യർ അതിൽ മരിച്ചു പോയാൽ അതിൻ്റെ ചിലവ് നമ്മൾ കൊടുക്കണം. കാരണം നമ്മൾ റോങ് ആയിട്ട് പോയി. പക്ഷെ നമ്മൾ റോങ് ആയിട്ട് പോകത്തില്ല. കാരണം എന്താ? ഈ ലോകത്തിൻ്റെ നിയമം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥർ, അല്ലെങ്കിൽ പിടിവീഴും, പേഴ്സ് കീറും, അത്രേ ഉള്ളൂ. എന്നാൽ ഈ ദൈവവചനത്തിൻ്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തി മുമ്പോട്ട് പോകുന്ന ഒരു വലിയ സമൂഹമായി പെന്തക്കോസ്ത് അധപ്പതിച്ചു പോയെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? നേതൃത്വ നിരകൾ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ പുറംകാല കൊണ്ട് തട്ടിക്കളഞ്ഞ് മുമ്പോട്ട് പോകുന്നു. കഴിഞ്ഞൊരു ദിവസം വയോവൃദ്ധനായ ഒരു ദൈവദാസൻ യാക്കോബായ പ്രസ്ഥാനത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന് താൻ പെന്തക്കോസ്തിൽ വന്നപ്പോൾ താൻ അനുഭവിച്ച ദുരവസ്ഥയെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പഴയ ആ പ്രസ്ഥാനം വിട്ട് ഇന്നത്തെ ഈ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നത് മണ്ടത്തരമായി പോയി, വിഡ്ഢിത്തരമായി പോയി എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൻ ചോദിച്ചു, എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട പാസ്റ്റർ നിങ്ങളത് അങ്ങനെ ഒരു മറുപടി പറയാനിടയായത്? അത് ഞങ്ങളായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരകൾ മുഴുവൻ ഒരു നല്ലൊരു ശതമാനവും ജഡീകന്മാരും പ്രാകൃതന്മാരെ പോലെ ജീവിക്കുന്നവരാണ്. അവർക്ക് ഉപദേശമില്ല, അവർ പറയുന്നേ ഉള്ളൂ. ഒരു തെളിവ് തരാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം ഒന്നെടുത്ത് വായിച്ച്, 21-22 വാക്യങ്ങളൊന്ന് വായിച്ച്, ഇവിടെയെന്ന് വായിച്ചിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുന്നു. അത് വായിച്ചിട്ട് 23-ാം അധ്യായത്തിൻ്റെ ആ മോശയുടെ പീഠത്തിലിരിക്കുന്നു. അതായത് മോശയുടെ സ്ഥാനത്ത് അവർ ഇരിക്കുന്നു. അടുത്ത അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അടുത്ത അയ്യോ, അതെന്താണോ? അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത്. നമ്മുടെ പെന്തക്കോസ്ത് ഈ അവസ്ഥയിലേക്ക് വന്നിരിക്കുക. ഏകദേശം പ്രസംഗമുണ്ട്, തട്ടുപൊളിപ്പൻ പ്രസംഗം. ഇന്നാളൊരു പാസ്റ്റർ പറഞ്ഞു, എനിക്ക് 50,000 രൂപ കിട്ടുമെന്ന് പ്രസംഗിച്ച് യൂട്യൂബിൽ മെസ്സേജ് കയറ്റിയുണ്ട്. 50,000 രൂപ. നമ്മുടെ ഒരു സഹോദരൻ്റെ പാസ്റ്ററോട് ഞാൻ ചോദിച്ചു, സഹോദരോട് ചോദിച്ചു, നിങ്ങളുടെ പാസ്റ്റർ ഇന്നെന്താ വരുമാനമുള്ളത്? 40,000 രൂപ ശമ്പളം ഉണ്ടെന്ന് പാസ്റ്റർ. ഇവരെയൊക്കെ എങ്ങനെയാണ് നന്നാകണേ?
40,000, 50,000, 1,00,000 രൂപ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരായി മാറി. പ്രസംഗമുണ്ട്, പ്രവൃത്തിയില്ല. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അവർ പറയുന്നത് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യും. ഒരു ആശയക്കുഴപ്പം വരാം. എന്താ അവർ പറയുന്നത്? മോശയുടെ പ്രമാണമാണ് അവർ പറയുന്നത്, മൊസൈക്ക് ലോയാണ് അവർ പറയുന്നത്. അത് പ്രമാണിച്ച് ചെയ്യാനാണ് കർത്താവ് അവരോട് പറഞ്ഞത്. മോശ പറഞ്ഞ വചനമാ. മോശയോട് ദൈവം സംസാരിച്ചു. ആ ദൈവം സംസാരിച്ച മോശയിക പ്രമാണം അവർ പറയുന്നുണ്ട്, അവർ പ്രവർത്തിക്കുന്നില്ല, ജീവിതത്തിലില്ല. ഇതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർക്കും നല്ലൊരു ബഹുഭൂരിപക്ഷം ആത്മീയ കോളത്തിലുള്ളവർക്ക് സംഭവിച്ചിരിക്കുന്ന ദുരവസ്ഥ, അപകടകരമായൊരു അവസ്ഥ. അവർ പറയുന്നു, അവർ പ്രവർത്തിക്കുന്നില്ല, ജീവിതത്തിലില്ല. പ്രസംഗിച്ചങ്ങ് കൂട്ടിക്കൊള്ളുക. ഈ പറയുന്നതിനൊക്കെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നൊന്ന് ചിന്തിച്ചാൽ നല്ലത് കേട്ടോ. ഞാൻ ആ ഉൾഭയത്തിലാ ജീവിക്കുന്ന ഒരാളാണ്. നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നില്ലെങ്കിൽ പ്രസംഗിക്കേണ്ട. നിന്നെ പ്രസംഗിക്കാൻ ദൈവം ആക്കി വെച്ചിട്ടില്ലെങ്കിൽ നീ പ്രസംഗിക്കണ്ട. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ ഇല്ലെങ്കിൽ നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങണ്ട. ദൈവം വിളിച്ചു എന്നുള്ള ഉദ്യമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം പ്രസംഗിച്ചാൽ മതി. ഞാൻ എന്നെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസനോട് പറഞ്ഞു, എനിക്കിത് ഒന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളെ കൊന്നുകളയുമെന്ന് പറഞ്ഞു ദൈവം, കാരണം നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. വ്യക്തമായ ആലോചന അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പിന്മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടിയിട്ടു. കാരണം ഇത് പറയാൻ ആളില്ല, വിശുദ്ധയുടെ ഉപദേശം പറയാൻ ആളില്ല, പുതിയ നിയമ പ്രമാണം പ്രസംഗിക്കാൻ ആളില്ല, അപ്പോസ്തല ഉപദേശം പ്രസംഗിക്കാൻ ആളില്ല, കർത്താവിൻ്റെ വരവിനുവേണ്ടി ജനത്തെ ഒരുക്കാൻ ആളില്ല. എൻ്റെ ശുശ്രൂഷ എന്നുള്ളത് കർത്താവിൻ്റെ വരവിനുവേണ്ടി ജനത്തെ ഒരുക്കി നിർത്തുക എന്നുള്ളതാണ്. അതിനപ്പുറം ഒരു ശുശ്രൂഷ നമുക്കില്ല. ഇപ്പൊ പാസ്റ്റർ ഇന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതായി അന്യതാ ഉപദേശത്തിൽ കിടക്കുക. അതുകൊണ്ടാണ്. സ്തോത്രം. പോട്ടെ, ഞാൻ വചനത്തിലേക്ക് വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ വചനത്തിൻ്റെ വെളിപ്പാട് യഥാർത്ഥ നിലയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തരേണ്ടതിന് ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ 15-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഏതാത്മാവിൽ ഇത് എഴുതിയോ അതേ ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുവാൻ ധ്യാനിപ്പാൻ കർത്താവ് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വചനം സൂക്ഷിപ്പാൻ കൃപ തരണമേ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് യജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാതെ നിൽപ്പാൻ കൃപ തരണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഒരു വചനം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ എൻ്റെ വചനത്തിൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനത്താൽ എത്രയെന്നായിരുന്ന പോലെ ശുശ്രൂഷിപ്പാനിടയിൽ കൃപ നൽകിയാട്ട് വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ പോരുകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഒരുക്കപ്പെട്ട നിലം പോലെ ദൈവസന്നിധിയുടെ വചനങ്ങൾ ഏറ്റെടുക്കുവാൻ കർത്താവ് സഹായിക്കണം. ഇത് നേരിട്ട് കേൾക്കുന്നവരും വാട്സപ്പ്, ടെലഗ്രാം, യൂട്യൂബിലൂടെ കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് സന്ദേശം അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ യോഹന്നാന്റെ സുവിശേഷം 3 സുവിശേഷങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. 4 സുവിശേഷങ്ങളുള്ളതിൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങൾ സമാന്തര സുവിശേഷങ്ങളായിട്ട് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വളരെ മനോഹരമായി യോഹന്നാൻ വരച്ചു കാട്ടും. അതാണ് ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ഈ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിൻ്റെ മാറിൽ ചാരിയിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. യേശുവിൻ്റെ മാറിൽ ചാരിയിരുന്നപ്പോൾ യേശുവിൻ്റെ ഹൃദയസ്പന്ദനം തനിക്ക് കേൾക്കാനിടയായി തീർന്നു, അനുഭവിക്കാനിടയായി തീർന്നു. അതൊരു വേദപണ്ഡിതൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞത്, ആ ഹൃദയത്തുടിപ്പുകൾ വാക്കും ഭാഷണം കൂടാതെ വിളിച്ചു പറഞ്ഞു, ഇതൊരു മനുഷ്യനല്ല, ഈസ് എ മാൻ ഓഫ്, ഇത് ദൈവത്തിൻ്റെ മനുഷ്യനാണ്, ഇതൊരു ദൈവമാണ്, ഇത് ദൈവപുത്രനാണ്, ഇത് സാക്ഷാൽ ദൈവമാണ്, ഇവർ രാജാതി രാജാവാണ്, ഈ ലോകത്തെ മുഴുവൻ ഭരിക്കാൻ വരുന്ന, 1000 ആണ്ട് വാഴ്ചയിൽ ഭരിക്കാൻ വരുന്ന രാജാവായ ദൈവമാണിത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ദുരുപദേഷ്ടകന്മാരും കള്ളപ്രവാചകന്മാരും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഒരുത്തൻ, ഞങ്ങൾ അവനെ കണ്ടം ചെയ്ത് ദൂരെ കളഞ്ഞു.
സ്തോത്രം. കാരണം വചനത്തെ കോട്ടിക്കളഞ്ഞാൽ, വചനത്തോട് കൂട്ടിച്ചേർത്താൽ, വചനത്തെ മറിച്ച് കളഞ്ഞാൽ അവരുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. അവരെ രൂക്ഷമായ ഭാഷയിൽ ഞങ്ങൾ വചനത്തിലൂടെ അവരെ വിമർശിക്കുക തന്നെ ചെയ്യും. കാരണം വിമർശനം അവർക്ക് മടങ്ങി വരാനൊരു സാധ്യതയാണത്. അവർ മടങ്ങി വരുന്നില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്ക് നമുക്കൊന്ന് വായിച്ചാൽ. ആ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. സ്വത്രം. വായിക്കാം, അടുത്ത വായിക്കാം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നു. ആ, ഈ രണ്ട് വാക്യങ്ങൾ ചിന്തിച്ചിട്ട് നമുക്ക് പിന്നെ 3-ാം വാക്യത്തിലേക്ക് വരാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ഈ മുന്തിരി എന്നുള്ളത് യഹൂദനെ കാണിക്കുന്ന ഒരു പദപ്രയോഗമാണ്. യഹൂദനെ മുന്തിരിവള്ളിയായിട്ട് ദൈവം ഉപമിച്ചിട്ടുണ്ട്. സ്തോത്രം. യഹൂദന്റെ ആത്മീക നിലവാരത്തെയാണ് ആ മുന്തിരി കാണിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 5-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം ഇങ്ങനെ കാണുന്നു. ഹല്ലേലൂയ. ഞാനത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയതമൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പറക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരവും പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നാരേ, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദാ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിലും മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാരേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും. ശ്രദ്ധിച്ചേ, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും. അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും. അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദാ പുരുഷന്മാരുമാകുന്നു. കണ്ടോ? യെശയ്യാപ്രവചനം 5-1 മുതൽ 7 വരെയുള്ള വാക്യം. സ്തോത്രം. ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീക യാഥാർത്ഥ്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു നട്ട മുന്തിരിവള്ളി. എന്താ അതിൻ്റെ അർത്ഥം? ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്വത്തിൽ മിസ്രൈമിലായിരുന്നു. അവിടെ നിന്ന് യഹൂദന്മാരായ ഈ ഈ ഈ യെരൂശലേം നിവാസികളെയും യഹൂദ പുരുഷന്മാരെയും മോശമുഖാന്തരം നടത്തിക്കൊണ്ട് വന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന 2 മുന്തിരിവള്ളി. യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമാണ് കാണിക്കുന്നത് 2 മുന്തിരിവള്ളി. ഇതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പൊ ആ മുന്തിരിവള്ളിയെ കൊണ്ടുവന്ന് എവിടെ നട്ടു? യെരൂശലേമിൽ കൊണ്ടുവന്ന് നട്ടു. എന്നിട്ടോ ചക്കിട്ടു. എന്തൊക്കെ ചെയ്തെന്ന് അവിടെ എഴുതിയേക്കുന്നത്? അവൻ അതിന് വേലി കെട്ടി, വേലി സംരക്ഷണം. അതിലെ കല്ല് പറക്കി കളഞ്ഞു. അതിൻ്റെ ഉള്ളിലുള്ള അശുദ്ധികൾ ഈ മുന്തിരിക്ക് വളരാൻ തടസ്സമായിട്ട് നിൽക്കുള്ളതൊക്കെ മാറ്റി. അതിന് നല്ല വക മുന്തിരിവള്ളി നട്ടു. ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു. ഈ മുന്തിരിങ്ങ കായ്ക്കാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തു. നല്ലൊരു ഫലം അതിൽ നിന്നുണ്ടാകുമെന്ന് വിചാരിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം യഹൂദന്മാർ അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് ഒരു ജാതിയെ ഉളവാക്കിയെടുത്ത് ഈ ലോകത്തിന് വെളിച്ചമായി നിൽക്കുവാൻ ദൈവം ഉദ്ദേശിച്ച് ഈ ജാതികളുടെ കൂട്ടത്തിൽ യഹൂദ ജാതിയെ രൂപപ്പെടുത്തിയെടുത്ത് യഹൂദ ജാതി മുഖാന്തരം ദൈവം ഉണ്ടെന്ന് ലോക മനുഷ്യർ അറിയത്തക്ക വണ്ണം ഒരു പ്രകാശമായി തീരുവാൻ, ഫലമുള്ളൊരു വൃക്ഷമായി തീരുവാൻ ദൈവം രൂപപ്പെടുത്തിയെടുത്ത ജാതിയാണ് യഹൂദ ജാതി. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം യഹൂദന്മാർ വന്നില്ല. അവർ ദൈവിക പ്രമാണങ്ങൾ, മോശയിക പ്രമാണങ്ങളെ അവർ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞു.
ഒരർത്ഥത്തിൽ സോളമനിലൂടെ ലോകം ദൈവത്തിന്റെ മഹത്വം കണ്ടു എന്നുള്ളത് ശരി. സോളമന് കൊടുത്ത ജ്ഞാനം, അവൻ പണിത ദേവാലയം, അവന് കൊടുത്ത അറിവ്, അവന്റെ കഴിവുകൾ, അതൊക്കെയും വലിയ നിലയിൽ ലോകം കണ്ടു. കാര്യമൊക്കെ ശരി. പക്ഷേ അവസാന നിമിഷത്തിൽ സകലതും മായ 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 എന്ന് 10-25 പ്രാവശ്യം വിളിച്ചു പറഞ്ഞ ഈ സോളമന്റെ ആ സ്തോത്രം, ആ രചനാ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എത്ര മനോഹരമാണെന്നറിയാമോ? എത്ര ജ്ഞാനം ഉള്ള വചനങ്ങളാണെന്നറിയാമോ അത്? പക്ഷേ അവൻ തകർന്ന് തരിപ്പണമായി. സോളമൻ മാത്രമോ? മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഈ ജാതി മുഴുവൻ എന്ത് ചെയ്തു? അവർ മരുഭൂമിയിൽ പട്ടുപോയി, അവർ നശിച്ചുപോയി. ഹല്ലേലൂയ. പൗലൂസിന്റെ പഠിപ്പിക്കലിൽ അവർ മരുഭൂമിയിൽ പട്ടുപോയി, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഇതാരും പഠിക്കുന്നില്ല. എന്തുകൊണ്ട്? വൈ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? മറുപടി തരാം. യെഹെസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായം. ഈ വചനത്തിലൂടെ മാത്രമേ ഉള്ളൂ മറുപടി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നും വളർന്നുമില്ല. വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിൽ, അതിൻ്റെ എല്ലാം വായിക്കാൻ സമയമില്ല, 4 മുതൽ വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങളായി യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം എല്ലാ ദൈവമക്കളും വായിച്ചിരിക്കണം. യഹൂദ ജാതിയുടെ തകർച്ചയും അവരോടുള്ള ദൈവത്തിൻ്റെ കവനൻസ് നിയമങ്ങളും ഒക്കെയാണ് ഇതിൽ കാണുന്നത്. മനുഷ്യപുത്ര, നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ അവരെ അറിയിച്ചു പറയേണ്ടത്. യഹോവയാ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു, യാക്കോബ് ഗൃഹത്തിൻ്റെ സന്തതിയോട് തെരഞ്ഞെടുത്തു എന്ന് യാക്കോബിൻ്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്തു. മിസ്രൈം ദേശത്തു എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തി അവരോട് സത്യം ചെയ്തു. ദൈവം കൈ ഉയർത്തി സത്യം ചെയ്തു. ഞാൻ അവരെ മിസ്രൈം ദേശത്ത് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു. അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞുകളവിൻ. മിസ്രൈമി ബിംബങ്ങളെ കൊണ്ട് നിങ്ങൾ മലിനമാക്കരുത്. ഞാനത്രയും നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് കൽപ്പിച്ചു. അവരോ എന്നോട് മത്സരിച്ചു, എൻ്റെ വാക്ക് കേൾപ്പാൻ മനസ്സില്ലാതെയിരുന്നു. അവരിൽ ഒരുത്തനും തൻ്റെ കണ്ണിന് മുമ്പിൽ ഇരുന്ന മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളയുകയോ മിസ്രൈമി ബിംബങ്ങളെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല. ആകയാൽ ഞാൻ മിസ്രൈമിൻ്റെ നടുവിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എൻ്റെ കോപം അവരിൽ നിവർത്തിക്കുമെന്ന് അരുളി ചെയ്തു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ അധ്യായം പഠിപ്പിക്കുന്ന പഠനം ഞാൻ വായിച്ച് പഠിച്ചിട്ട് ഞാൻ പേടിച്ച് വിറച്ചു പോയി. കാരണം അടിമത്വത്തിൽ കിടന്ന ജനത്തെ ദൈവം വിടുവിച്ചു കൊണ്ടുവരുമെന്ന് ദൈവം അവരോട് കൈ ഉയർത്തി സത്യം ചെയ്തു. ഞാൻ നിങ്ങളെ വിടുവിക്കും. ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു. എത്ര അടിമനുഖത്തിൽ നമ്മൾ കിടന്നാലും ദൈവത്തിന് നമ്മുടെ കരുണ തോന്നിയാൽ ദൈവം നമ്മെ വിടുവിച്ചാൽ അത് വിടുതലല്ല, ഒരു വിടുതലില്ല. ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിച്ചു. അവരോട് പറഞ്ഞു, മ്ലേച്ഛ വിഗ്രഹങ്ങളെ എറിഞ്ഞു കളയാൻ പറഞ്ഞു. നിങ്ങളുടെ തെറ്റായ അനുഭവങ്ങളെ നിങ്ങൾ കളയാൻ പറഞ്ഞു. നിങ്ങളുടെ വിഗ്രഹാരാധനകൾ മാറ്റിക്കളയാൻ പറഞ്ഞു. അവർ ചെയ്ത പാപം എന്താണെന്നറിയാമോ? സ്വന്തം കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. എന്താ ഈ അഗ്നിപ്രവേശനം? തീയിലിട്ട് ചുട്ടുകളഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഏത് നിലയിലാണ് ഓമനിക്കുന്നേ? അവനെന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമ്മുടെ മനസ്സൊക്കെ ഡൗൺ ആവും അല്ലേ? അതുപോലെ നമ്മൾ സൂക്ഷിക്കുകയും ഓമനിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഇസ്രായേൽ മക്കൾ അന്യാരാധനയിൽ മുഴുകി അന്യദേവന്മാരുടെ വ്യവസ്ഥയ്ക്കനുസരിച്ച് അവർ ജീവിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. അതിന് ദൈവം പറഞ്ഞ ഭാഷ കേൾക്കണോ നിങ്ങൾക്ക്? വേദോത്വം വായിച്ച് പഠിക്കണം, മാന്തിക്കൊണ്ടിരിക്കാതെ. ഇങ്ങനെയാണ് ആ ഭാഷ. നിങ്ങൾ എൻ്റെ മക്കളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു. ഇസ്രായേൽ കുടുംബങ്ങളിൽ പിറക്കുന്ന ഓരോ കുഞ്ഞും ആരുടെ കുഞ്ഞാ? ദൈവത്തിൻ്റെ കുഞ്ഞാണ്.
അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ദൈവമക്കളെ. വെറുതെ ഇരിക്കുമ്പോൾ പുസ്തകം വായിച്ച് പഠിക്കണം, പഠിച്ച് വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു ചുക്കും മനസ്സിലാകാതെ അവസാനം എന്ത് ചെയ്യും? ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടി വരും. തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയാൽ തെറ്റിപ്പോവും. മനസ്സിലാക്കണം. ഈ 20-ാം അധ്യായം ഞാൻ വായിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ട് പുറപ്പെടുവിക്കും, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങളെ ഞാൻ ഉയർത്തും, നിങ്ങളെ ഞാൻ നിക്ഷേപമായിട്ട് കണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ തിരിച്ച് ദൈവം എന്താ പറഞ്ഞെന്നറിയോ? എൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാതെ വന്നാൽ ഞാൻ നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് കൈ ഉയർത്തി സത്യം ചെയ്തു. അതാണ് യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം. പ്രവചന പുസ്തകങ്ങളെല്ലാം വായിച്ചു പഠിക്കണം. പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയുള്ള പ്രവചനങ്ങളാണ് ഈ കിടക്കുന്ന മുഴുവൻ. അത് വായിച്ച് അതിൽ നിന്ന് ബുദ്ധിപദേശം എടുക്കണം. എന്താ ബുദ്ധിപദേശം? നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മൾ തട്ടിപ്പോകാതിരിക്കാൻ, നമ്മൾ നല്ല മധ്യ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പുസ്തകം വായിച്ച് പഠിക്കണം. 10, 70, 80 വയസ്സുവരെയൊക്കെ ജീവിച്ചിരിക്കേണ്ട ഭക്തന്മാര് ഇടയ്ക്ക് വെച്ച് തട്ടിപ്പോകുന്നതിന്റെ കാരണം എന്താ? അതിന്റെ പിന്നിൽ വിഷയങ്ങളുണ്ട് ദൈവമക്കളെ. നിനക്ക് നന്മയുണ്ടാകാനും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും, നിന്റെ അപ്പനെയും അമ്മയും ഉപദ്രവിച്ചാലോ പെട്ടെന്ന് പോയി ലോകത്തുനിന്ന്. ഇത് വചനമാണ് ഞാൻ ഈ പറയുന്നേ. ആരും വേദനിച്ചിട്ട് കഥയില്ല. ദീർഘായുസ് കിട്ടണമെങ്കിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം, അപ്പനെയും അമ്മയും സംരക്ഷിക്കണം, അവരെ വെടക്കെന്ന് കാണരുത്. ഹല്ലേലൂയ. മനസ്സിലായി? എനിക്ക് വചനം പറയാൻ ആരുടെയും ശിപാർശയൊന്നും വേണ്ട. ഇവിടെ ആരിരുന്നാലും എനിക്ക് വിഷയമല്ല. വചനം പറയുന്നതിന് യാതൊരു മടിയുമില്ല നമുക്ക്. കാരണം ഇത് തിരുവെടുത്തല്ലേ, ഈ വചനങ്ങൾ കേട്ടല്ലേ നമ്മൾ അനുഗ്രഹിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ.